എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ അവർ നിങ്ങളെ എന്നുള്ളതിനെ കുറിച്ചാണ്. കറണ്ട് എനർജിയുമാണ് നാം നോക്കുന്നത്. നിങ്ങളെ ഓർക്കുന്നുണ്ടോ ആ വ്യക്തി എന്നുള്ളതിനായിട്ടാണ് നാം പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. ഒന്നാമത്തെ ഫയലായ ആ എന്ന അക്ഷരം തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓർക്കുന്നുണ്ടോ അവർ നിങ്ങളെ? ജീവിതത്തിൽ ആദ്യം നിങ്ങൾ ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കുന്നുണ്ടോ? എത്രയെത്ര അകൽച്ചകൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉണ്ടായെന്നും എത്രയെത്ര അടുപ്പമുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ജീവിതത്തിൽ നിങ്ങൾ ഹൃദയതുല്യം സ്നേഹിച്ചിരുന്ന ആ വ്യക്തിയുടെ മനസ്സ് പിന്നീട് എപ്പോഴോ മാറാൻ തുടങ്ങി. അതിന് ചില വ്യക്തികളോ സാഹചര്യങ്ങളോ ഒക്കെ കാരണങ്ങളായേക്കാം. ഒരുപക്ഷെ നിങ്ങളോ ആ വ്യക്തിയോ തന്നെ കാരണങ്ങളായേക്കാം. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലാൻ അതൊരു കാരണമായി. അങ്ങനെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ട്. ഞാൻ സ്നേഹിച്ച ആ വ്യക്തി ഇപ്പോൾ എൻ്റെ അരികിലില്ല. മാനസികമായിട്ടാണെങ്കിൽ പോലും എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു. ജീവിതത്തിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഞാനുണ്ടോ? അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഓർമ്മിക്കുന്നുണ്ടോ? ഒരുപക്ഷെ ദേഷ്യത്തോടെയാണെങ്കിലോ അല്ലെങ്കിൽ സ്നേഹത്തോടെയാണെങ്കിലോ നഷ്ടബോധത്തോടെയാണെങ്കിലോ അല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന വാക്കിലാണെങ്കിലോ എങ്ങനെയാണെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ആ ചിന്തയിൻ്റെ അവസാനം നിങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് ഒരു നഷ്ടമായി എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. കാരണങ്ങൾ പലതാകാം നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലാനുള്ളത്. പക്ഷേ നഷ്ടപ്പെടലിൻ്റെ വേദന ആദ്യം തന്നെ ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ഈ വീഡിയോ എപ്പോൾ കണ്ടാലും നിങ്ങൾക്കിത് ബാധകമായിരിക്കും. എന്നതുപോലെ തന്നെ നിങ്ങൾ എന്നെന്നും ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ആ വ്യക്തി നിങ്ങൾ നഷ്ടപ്പെട്ടത് നഷ്ടമാണെന്നുള്ള രീതിയിൽ ചിന്തിക്കും. തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അങ്ങനെ ചിന്തിക്കാൻ മാത്രമേ കഴിയൂ. ഹൃദയത്തിൽ ആദ്യം ഒരു വാശിയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് വൈകാരികമായൊരു തീരുമാനമെടുത്തതാണ്. പിന്നീട് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ആ നഷ്ടം ആ ഹൃദയത്തിൽ വേദനകൾ സൃഷ്ടിക്കുന്നു, മുറിവുകൾ സൃഷ്ടിക്കുന്നു. ഇനിയൊരവസരത്തിനായി ആ വ്യക്തി കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അരികിലേക്കെത്താൻ. അതായത് രണ്ടാമത്തെ ഷാ എന്ന അക്ഷരം പൈലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിംഗാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരുപാട് സങ്കീർണതകളുണ്ടായി അകലാൻ. കാരണങ്ങൾ നിങ്ങളിൽ നിന്ന് പോലും ഉണ്ടായി. പക്ഷേ അകന്നപ്പോൾ നിങ്ങൾക്കും വിഷമമുണ്ടായി. നിങ്ങളുടെ മനസ്സിലൊരു കുറ്റബോധം ഇപ്പോഴും ഉണ്ട്. എൻ്റെ കാരണം കൊണ്ടാണോ ആ വ്യക്തി പോയത്? എൻ്റെ ഏതെങ്കിലും ഒരു പെരുമാറ്റം എൻ്റെ വ്യക്തിക്ക് വിഷമമുണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുഃഖത്തിൻ്റെ കണികകൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നകന്നത്, ആ വ്യക്തി നിങ്ങളിൽ നിന്നകന്നത്, ഓരോരുത്തർക്കും ഓരോരുടേതായ വെർഷൻ ഉണ്ടാകും, കാര്യങ്ങൾ പറയാനുണ്ടാവും. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് ദുഃഖമായി അലയടിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ അത് വിഷമമായി അലയടിക്കുകയാണ്. തിരിച്ചെത്താൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. തുടക്കത്തിൽ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദേഷ്യമുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ദേഷ്യമുണ്ടായിരുന്നു, വൈരാഗ്യമുണ്ടായിരുന്നു, വാശിയുണ്ടായിരുന്നു. പക്ഷെ ആലോചനകൾ കാലം കഴിഞ്ഞപ്പോൾ, ചിന്തിച്ച് മുന്നോട്ട് പോയപ്പോൾ, പുതിയ ആളുകൾ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ നേർക്കാഴ്ചകൾ ഓരോ നിമിഷവും ആ വ്യക്തിയുടെ ഹൃദയത്തിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളായിരുന്നു ശരി എന്ന് ആ വ്യക്തി ചിന്തിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടത്
അതിനുവേണ്ടിയുള്ള തീരുമാനമെടുത്തത് അതാരുടെയൊക്കെ വാക്ക് കേട്ടിട്ടാണെങ്കിലും അത് നഷ്ടമാണ് എന്നുള്ള ചിന്ത ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അലയടിക്കുകയാണ്. മനസ്സിൻ്റെ ഉള്ളിൽ വേദനകൾ സമ്മാനിക്കപ്പെടുകയാണ്. മനസ്സ് വല്ലാതെ വിഷമത്തിലകപ്പെടുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദുഃഖങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോഴും മനസ്സിൽ വേദനകൾ മുറുകിപ്പിടിക്കുകയാണ് ആ വ്യക്തിയുടെ. താൻ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യണമായിരുന്നു എന്നുള്ള ചിന്ത ആ വ്യക്തിയിലുണ്ടാകുന്നു. നഷ്ടപ്പെട്ട് കാലം കഴിഞ്ഞപ്പോഴും മനസ്സിലെ വേദനകൾ, മുറിവുകൾ, അവിടെ വേദനകളുണ്ടാകുകയാണ്, വിങ്ങലുകളുണ്ടാകുകയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കാം. സങ്കീർണമായിരുന്നു നിങ്ങളുടെ ജീവിതം. ഒരുമിച്ചുള്ള ജീവിതം എപ്പോഴും വെല്ലുവിളിയുമായിരുന്നു. അതിനെയൊക്കെ അതിജയിച്ച് പോരാൻ ശ്രമിച്ചപ്പോൾ ഇടയ്ക്കെവിടെയോ തട്ടി തകർന്ന് വീണതാണ്. ആ വിഷമം ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട്. നിങ്ങളെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളോട് ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ ആ വ്യക്തിയുടെ വിളി ഒന്ന് കേട്ടിരുന്നെങ്കിൽ, ഒന്ന് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.